മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. പോറ്റിയെ കയറ്റിയെ പാട്ടിനെതിരായ പരാതിയിൽ പ്രതികരിച്ച് KC വേണുഗോപാൽ MP. പാട്ടിലും വർഗീയത കാണുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തണം. തോൽവിയുടെ കാരണം കണ്ടെത്താതെ പാട്ട് എഴുതിയ കുട്ടികൾക്ക് എതിരെ കേസെടുക്കാൻ മെനക്കെടുന്നു. വീണ്ടും കുഴിയിലേക്ക് വീഴുന്നു. പാട്ടുകൊണ്ടാണോ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത്? സോണിയാഗാന്ധി, നരേന്ദ്രമോദി, പിണറായി വിജയൻ എന്നിവരെ കുറിച്ച് എന്തെല്ലാം പാട്ട് എഴുതുന്നുവെന്നും KC വേണുഗോപാൽ ചോദിച്ചു. നാഷണൽ ഹെറാൾഡ് കേസിൽ EDയുടെ മുഖത്ത് ഏറ്റ കനത്ത പ്രഹരം പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗം. EDയെ നിയമവിരുദ്ധമായി ഉപയോഗിച്ചു. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു ഇത്. VC നിയമനത്തിലെ സർക്കാർ ഗവർണർ ധാരണയിൽ ആശ്ചര്യകരമെന്നേ പറയാൻ പറ്റൂ. സിസ തോമസിനെതിരെ സർക്കാർ സ്പോൺസർ സമരമാണ് SFI അടക്കമുള്ള CPM അടക്കമുള്ളവർ നടത്തിയത്. സിസ തോമസിനെതിരെ മുഖ്യമന്ത്രി നേരിട്ട് നയിച്ച പോരാട്ടമായിരുന്നു അന്ന് നടന്നത്. ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഇപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷമായോ? പരാതികളൊക്കെ എന്തുകൊണ്ട് ആവിയായിപ്പോയി എന്നും അദ്ദേഹം വിമർശിച്ചു. അന്തർധാരയുടെ ഭാഗം തന്നെയാണ് ഇതും. മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം. അന്തർധാര എന്നത് വ്യക്തം. ജനങ്ങളെ അവർ വിഡ്ഢികളാക്കുകയാണ്. ആക്ഷേപം ഉന്നയിക്കുന്ന നാളെ വീണ്ടും നിയമിക്കാൻ ഗവർണർ കൂട്ടിനിൽക്കുകയാണ്. ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ മൂടിവെക്കുകയാണ് ചെയ്യുന്നത്. ജോസ് കെ മാണിയുടെ UDF പ്രവേശനത്തിൽ ഒറ്റ അഭിപ്രായം. എന്ത് തീരുമാനിക്കണമെന്ന് UDFിലെ എല്ലാ കക്ഷികളും ചേർന്ന് തീരുമാനിക്കും. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ട എന്ന് ആരെങ്കിലും പറയുമോ? അതെല്ലാം വെച്ച് വാർത്തയാക്കുന്നതിൽ അർത്ഥമില്ല. UDFിൽ അത്തരം ചർച്ച നടന്നിട്ടില്ല. മുന്നണി വികസന ചർച്ചകൾ നടന്നിട്ടില്ല. UDF ഔപചാരികമായി ചേർന്ന് തീരുമാനിക്കും. സ്വർണ്ണക്കൊള്ളയിലെ വ്യവസായിയുടെ മൊഴി ഗൗരവകരമായ വിഷയങ്ങളിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹൈക്കോടതി മേൽനോട്ടം കൊണ്ട് മാത്രമാണ് ഇതുവരെ എത്തിയത്. നീതി കിട്ടും. അയ്യപ്പന്റെ സ്വർണം കട്ടവരെല്ലാം തുറന്നു കാട്ടപ്പെടും. അതുവരെ ഞങ്ങൾ പോരാട്ടം തുടരുമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.